ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധങ്ങളുമായി അമേരിക്ക രംഗത്ത്. നിലവിലുള്ള നാവിക ഉപരോധത്തിന് പുറമെയാണ് ഇറാനെതിരെ പുതിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഒരുങ്ങുന്നത്. ഇത് ഇറാനുമേലുള്ള ഇരട്ട പ്രഹരമായിരിക്കുമെന്ന് US പ്രതിനിധി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. വൻതോതിലുള്ള സൈനിക നടപടികൾക്ക് പകരം പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഭരണകൂടത്തെ തകർക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യം. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ വിൽപ്പന ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, ഇടനിലക്കാരായ കമ്പനികൾ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക നീക്കമായിരിക്കും ഇതെന്നും ഇറാനുമായി സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ നിന്ന് കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതിനാൽ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധം വിജയകരമാക്കാൻ ചൈനയുടെ സഹായം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ചൈന അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് ബെസന്റ് ആവശ്യപ്പെട്ടു. ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 50% ഗൾഫ് മേഖലയിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെ ചൈന പൂർണ്ണമായും തള്ളി. ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ എന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി. യുഎസിന്റെ പുതിയ സാമ്പത്തിക നീക്കങ്ങളെ ഇറാൻ ശക്തമായി എതിർത്തു. അമേരിക്കയിലെ വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര കടത്തിൽ നിന്നും പലിശ നിരക്കുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ട്രംപ് ഈ കടുത്ത സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം നടത്തുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപിച്ചു. ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരാജയത്തിലും ഇറാൻ ജനതയുടെ കടുത്ത ശത്രുതയിലുമാണ് കലാശിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. യുഎസിനേക്കാൾ ശക്തിയും അന്തസ്സുമുള്ള നിലപാടാണ് ഇറാനുള്ളത്. യുദ്ധത്തിൽ തങ്ങൾക്കായിരുന്നു വിജയമെന്ന് ലോകം അംഗീകരിച്ചു. യുഎസ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഇറാന്റെ സ്കൂളുകളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം തീർത്ത പ്രതിസന്ധികൾ ലോകത്തെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞുകിടക്കുന്നു. ഇറാനുമേൽ നാവിക ഉപരോധം തീർത്ത യുഎസും ശക്തമായി രംഗത്തുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഉപരോധം സാമ്പത്തിക ഭീകരതയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യവുമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വിചാരണയും ശിക്ഷയും അർഹിക്കുന്ന കുറ്റകൃത്യമാണിത്. യുഎസ് സ്വന്തം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും ഇറാൻ ആരോപിച്ചു. സൈനിക നീക്കങ്ങൾക്കു പകരം സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കാനാണ് ഇപ്പോൾ യുഎസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും കൊണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പരിഹാരമുണ്ടാകില്ലെന്ന് ചൈന വ്യക്തമാക്കുന്നു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ചൈനയുടെ ആവശ്യം. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ ഇത്തരം സാമ്പത്തിക ഭീകരത ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇറാനെതിരെയുള്ള കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചത്. ഒരു രാജ്യത്തിനെതിരെയും ഇന്നേവരെ സ്വീകരിക്കാത്ത തരത്തിലുള്ള ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടിയായിരിക്കും ഉണ്ടാകുകയെന്നും സമാനതകളില്ലാത്ത സാമ്പത്തിക ഏറ്റുമുട്ടലിനും ഒറ്റപ്പെടുത്തലിനുമാണ് തുടക്കമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.